നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 8 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് മത്സരവേദികളായും താമസ സൗകര്യത്തിനുമായി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് ജനുവരി 8 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചു. കലോത്സവത്തിന് ബസ്സുകൾ വിട്ടു നൽകിയ സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഓൺലൈൻ ട്രേഡിംഗ് നിക്ഷേപത്തിലൂടെ അധിക ലാഭമുണ്ടാക്കാം. ടെലഗ്രാം വഴി തട്ടിപ്പ് നടത്തിയ 2 യുവാക്കൾ അറസ്റ്റിൽ. പാലക്കാട് സൈബർ ക്രൈം പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. മലപ്പുറം സ്വദേശികളായ ദിൽഷൻ, മുൻസീർ എന്നിവരാണ് പിടിയിലായത്. ഓൺലൈൻ ട്രേഡിംഗ് നിക്ഷേപത്തിലൂടെ അധിക ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പാലക്കാട് സ്വദേശിയിൽ നിന്നും 29 ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. പ്രതികൾ വലിയ തട്ടിപ്പ് സംഘത്തിലെ ചെറിയ കണ്ണികൾ മാത്രമാണെന്ന് പോലീസ് പറഞ്ഞു. പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തൃശൂർ അന്നമന്നട പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പാറക്കടവ് സ്വദേശിയായ വിളക്കുപുറത്ത് വീട്ടിൽ രാജേഷാണ് മുങ്ങി മരിച്ചത്. 39 വയസ്സായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ വൈകിട്ട് 6:30 അപകടം. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു രാജേഷ്. മാളയിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും ചാലക്കുടിയിൽ നിന്നും സ്കൂബ ഡൈവിംഗ് ടീം, മാള പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. രാത്രി 8:20 മൃതദേഹം കണ്ടെടുത്തു. CPM ജില്ലാ സമ്മേളനം കഴിഞ്ഞു മടങ്ങവേ അപകടം, ദാരുണാന്ത്യം. പാമ്പാടി 7-ാം മൈലിലെ CPM ജില്ലാ സമ്മേളനം കഴിഞ്ഞ് മടങ്ങവേ ഉണ്ടായ അപകടത്തിൽ ഇരുചക്ര യാത്രികന് ദാരുണാന്ത്യം. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മഞ്ഞാടി സ്വദേശിയായ ജെയിംസ് മാത്യു മരിച്ചു. 48 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. PV അൻവർ അറസ്റ്റിൽ. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ തകർത്ത സംഭവത്തിൽ PV അൻവർ അറസ്റ്റിൽ. അൻവറിന്റെ ഓതായിലെ വീട്ടിലെത്തിയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിണറായി വിജയന്റേത് ഭരണകൂട ഭീകരതയെന്ന് PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു PV അൻവറിന്റെ ആദ്യ പ്രതികരണം. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റെന്നും അൻവർ വിമർശിച്ചു. മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരതയാണ് പിണറായി വിജയൻ നടപ്പാക്കുന്നത്. എത്ര കൊലകൊമ്പന്മാരാണ് ഇവിടെ ജാമ്യത്തിൽ കഴിയുന്നത്? ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതെല്ലാം പിണറായിയുടെ വാക്കിൽ ചെയ്യുന്നതാണ്. കൊള്ള നടത്തിയിട്ടോ കൊല നടത്തിയിട്ടോ അല്ല എന്നെ കൊണ്ടുപോകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി.